Hey all, welcome back to pre and post market analysis. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നിഫ്റ്റി ഇത് രണ്ടെണ്ണത്തിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിൽ എടുത്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ എടുക്കാൻ വന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ലൈക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വളരെ ഹ്യൂജ് ആയിരുന്നു. അതുകൊണ്ട് അവോയ്ഡ് ചെയ്തു. ബട്ട് എന്നാൽ അക്കൗണ്ട് റിക്കവറി ചലഞ്ച് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് മാത്രം നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, ഇവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും 2 പ്രീമിയം ഗ്രൂപ്പ് ഉണ്ട് കറന്റ്. ഇന്നലെ തൊട്ട് നമ്മുടെ ഓട്ടോമാറ്റഡ് പേയ്മെന്റ് ഗേറ്റ് വേ സ്റ്റാർട്ട് ലൈക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു ഇത് പ്രീമിയം ഗ്രൂപ്പിൽ കോൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആൻഡ് ഓൾസോ മാർക്കറ്റ് എങ്ങനെയായിരുന്നു നമ്മുടെ കോൾസിനോട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഹിയർ ഈസ് ഇറ്റ്. ഇത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ഇന്നലെ തൊട്ട് ആക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ഗ്രൂപ്പ് ആണ്. നിങ്ങൾ ഓട്ടോമാറ്റിക് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മളുടെ ട്രേഡ് മാഗസിന്റെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ, പ്രീമിയം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിത്തിൻ 2 to 5 minutes നിങ്ങൾക്ക് ലിങ്ക് വരുന്നതായിരിക്കും. അവിടുന്ന് നേരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുന്നതാണ്. Then about this one, നമ്മുടെ കോഴ്സ് ആണ് ഈ വരുന്ന September 16th, അല്ലെങ്കിൽ സെപ്റ്റംബർ മന്ത് അവസാനം കൊണ്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ജോയിൻ ചെയ്യാതെയാണ്. ജോയിൻ ചെയ്യേണ്ട ലിങ്കും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും, കോമൺ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. സി ഹിയർ, ഇത് നമ്മുടെ ഓൾമോസ്റ്റ് 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് അവർ പ്രീമിയം ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കോൾസ് കാണിച്ചു തരാം. സി ഹിയർ സി ഓൾമോസ്റ്റ് ലൈക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇടയ്ക്ക് വെച്ച് ഇന്ന് ലൈവ് ട്രേഡ്, എല്ലാ ദിവസവും നമുക്ക് ലൈവ് ട്രേഡ് ഉണ്ട് രാവിലെ 9 മണി മുതൽ 3:30 വരെ. ബട്ട് ഇടയ്ക്ക് ഇന്നൊരു 1 hour നമുക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ മൂലം കട്ടായി പോയി. ബട്ട് എന്നാൽ നെറ്റ്വർക്ക് ശരിയായ ഉടനെ നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 20,000 CE നമ്മൾ 14th September നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 65 ടാർഗറ്റ് 1 and 2 എന്ന് പറയുന്നത് 100 ഉം 125 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് കിട്ടുകയും 150ൽ നിന്ന് 200 ഉം 200+ ഉണ്ടായിരുന്നു. റാലി പോകാനായിട്ട് സ്റ്റുഡൻസിന് മാത്രമേ നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാബ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സി നിഫ്റ്റി ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് നിഫ്റ്റി ടാർഗറ്റ് 2 ഹിറ്റ്, അതായത് 125 ഹിറ്റ് ചെയ്തു. 65ൽ നിന്ന് എടുത്തത് 125ൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150ൽ എടുത്തത് 200 ഹിറ്റ് ചെയ്തു. 50 പോയിന്റ്സ് പ്രീമിയത്തിൽ നിഫ്റ്റി കിട്ടുകയും ഓൾമോസ്റ്റ് ലൈക്ക് സെയിം, let's say സെയിം 50 to 60 പോയിന്റ്സ് നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. ബട്ട് എന്നാൽ ബാങ്കിൽ കിട്ടിയവർക്ക് ലൈക്ക് ജാക്ക്പോട്ട് ആയിരുന്നു. ഒരു 50ൽ നിന്ന് 400 ഇപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തോളം പറഞ്ഞു. ബട്ട് അത് കഴിഞ്ഞിട്ട് റാലി തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ അത് ഒരു ജാക്ക്പോട്ട് തന്നെയായിരുന്നു. അത് ജസ്റ്റ് അക്കൗണ്ട് റിക്കവറി ചെയ്തവർക്കായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കുറെ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മളുടെ നേരെ ചാർട്സിലോട്ട് പോയി നോക്കാം. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൈക്ക് ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ നമ്മൾ ട്രേഡ് എടുത്തു. പ്രീമിയം ഗ്രൂപ്പിൽ പോയി ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കോമൺ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ഒരു കോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് ഓപ്പൺ ആവുകയും ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഈ ബോട്ടത്തിൽ വെച്ച്, അതായത് ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോഴേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 65ൽ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 45 ആയിരുന്നു. ബട്ട് 45 ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. ഇത് ഇവിടുന്ന് റാലി ചെയ്ത് അത്യാവശ്യം ഇന്നത്തെ ഹൈ ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പോട്ടിൽ. ബട്ട് നമ്മുടെ പ്രീമിയത്തിന്റെ ടാർഗറ്റ് സുഖമായിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് അതും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. 125+ പോയിട്ടുണ്ടായിരുന്നു. 20,000 CE നാളത്തെ എക്സ്പയറി, അതായത് 14th September എക്സ്പയറി ചെക്ക് ചെയ്ത് നോക്കുക എവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ ഈ രീതിയിലായിരുന്നു മാർക്കറ്റിൽ നമുക്ക് നിഫ്റ്റിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് അബൌട്ട് നിഫ്റ്റി ബാങ്ക്? ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ഇന്നലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത രീതിയിൽ മാത്രമായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹിയർ ഇവിടെ നമുക്കൊരു ഈ ഒരു ബോട്ടത്തിൽ നിന്ന്, അത് നിഫ്റ്റി തിരിഞ്ഞതിന്റെ ബേസിസിൽ അക്കൗണ്ട് റിക്കവറി ചെയ്തവർക്ക് മാത്രം കൊടുത്തൊരു ട്രേഡ് ആയിരുന്നു ഇത്. ഇവിടുന്ന് എടുത്ത് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, റിസ്ക് റിവാർഡ് കണ്ടോ, 1:5.28 ആണ് നമുക്ക് കറന്റ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലതായിരുന്നു. വേറെ ഒന്നുമില്ല, സിമ്പിൾ സെറ്റപ്പ് ആയിരുന്നു. ഇന്നലത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് പോയി കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നത്. ഇതിൽ ഞാൻ പേഴ്സണലി ഹാപ്പി ആയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സർട്ടൻ ലെവലിൽ എത്തിയല്ലോ, അപ്പോൾ നമ്മൾ പേഴ്സണലി ഹാപ്പി ആയി. അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. ലൈക്ക് ആ ഒരു സെർട്ടൻ ടൈമിൽ നമ്മൾ ആ ഒരു ലെവൽ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? ഗുഡ്. ഇതായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഉണ്ടായിരുന്നത്. ദെൻ അബൌട്ട് നിഫ്റ്റി നമ്മൾ അല്ലാതെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയോ കോൾസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് എന്നാൽ നിഫ്റ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി സൂപ്പർ ആയിരുന്നു. ഇത് ഇവിടെ വരെ പോകുന്നു പറഞ്ഞു. ബട്ട് എന്നാൽ സേഫ് സോൺ നമ്മളെടുത്ത എൻട്രിയിൽ നിന്ന്
50 പോയിന്റ്സ് കിട്ടി. അതായത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, അവിടുന്ന് ഇറങ്ങി. ഇതായിരുന്നു നമ്മളുടെ വ്യൂവും, ഇതായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. നിഫ്റ്റി ഓൾറെഡി ഞാൻ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിയ നമുക്ക് പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 20,110 അബോവ് മുകളിലേക്ക് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തരികയോ ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എപ്പോഴാണോ ഇത് ബ്രേക്ക് ഔട്ട് തരുന്നത്, ഇല്ല ഗ്യാപ്പ് അപ്പ് തരുവാണെങ്കിൽ ഇതിന് മുകളിൽ, ഈവൻ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും തിരിച്ച് എപ്പോഴാണോ ഈ ഒരു സെർട്ടൺ ലെവലോട്ട് ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നതും. 21,150 ഫസ്റ്റ് ടാർഗറ്റും 20,150 ഫസ്റ്റ് ടാർഗറ്റും 20,200 സെക്കൻഡ് ടാർഗറ്റും ഒബ്വിയസ്ലി OA ബേസിസിലാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ബട്ട് ലൈവിൽ വന്ന് നോക്കുക നമുക്ക് എങ്ങനെ റാലി ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ലൈവിൽ നാളെ കാണുന്നതാണ്. രാവിലെ 9:15 മുതൽ 3:30 വരെ, ചിലപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ്? സോ 9:15 മുതൽ 3:30 വരെ നമുക്ക് ലൈവ് ഉണ്ടാകുന്നതാണ്. ജസ്റ്റ് ജോയിൻ ചെയ്യുക. സോ ഇതായിരുന്നു നമുക്ക് നിഫ്റ്റിയിലെ ചാർട്ട് ഇല്ല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നേരെ പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് ഇതിന്റെ ചാർട്ട് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് നിഫ്റ്റി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിഫ്റ്റി ബാങ്കിൽ എന്താണ് എന്നുള്ളത്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രം ഹിയർ ഈ ഒരു ലെവൽ, അതായത് ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 45,992 ഇൻ എ വേ നമുക്ക് പറയാൻ പറ്റും 45,000 ലെറ്റ്സ് സേ 46,000 എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ, ഒരു ക്യാൻഡിൽ എപ്പോഴാണോ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത്, ഈ ഒരു സെർട്ടൺ ലെവലിന് മുകളിൽ എപ്പോഴാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, ലെറ്റ്സ് സേ 3 രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. ഒന്ന് ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം, ഫ്ലാറ്റ് ആകാം. സോ ഫ്ലാറ്റ് ആണെങ്കിൽ എപ്പോഴാണോ ഇതിനെ ക്ലോസ് ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ക്ലോസ് ചെയ്യുന്ന എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് ബോട്ടത്തിൽ കൊണ്ടുവെക്കുക, കണ്ടീഷൻസ് അപ്ലൈ, ഫൈൻ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുക, എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, കിട്ടിയാൽ എടുത്തു ഇല്ലെങ്കിൽ എടുക്കണ്ട, എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ളതല്ല എന്നുള്ളൊരു ചിന്തയും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം, ഫൈൻ. സോ ടാർഗറ്റ് ആയിട്ട് 46,300, അതായത് ഈ ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. 46,300 നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതാണ് നിഫ്റ്റി ബാങ്കിലെ അനാലിസിസ്. വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ആണ്, ലൈക്ക് ബാങ്ക് പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് വരുന്നത്. അതായത് ലെറ്റ്സ് സേ ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ഔട്ട് തരികയും, അതായത് ലൈക്ക് ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് തരുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട്. ആരെ പോലെ? ബാങ്കിനെ പോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ഇവിടെ ഉണ്ട്. പ്രീവിയസ് ഹൈയിലോട്ട് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. അതായത് 20,600 ആണ് 200 പോയിന്റ്സിന്റെ റാലി കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. എവിടെ വെച്ച് വേണേലും അത് തിരിയാം. സോൺ ആണ് അത് ആക്ച്വലി, റൈറ്റ്? അതൊരു സോൺ ആയിട്ട് ആക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ടാർഗറ്റ് ഇവിടെ ഫിക്സ് ചെയ്തേക്കാം. ഞാൻ ഇവിടെ ബുള്ളിഷ് തന്നെയാണ്, ഞാൻ ടാർഗറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഇല്ല, അതുപോലെ ഇരിക്കട്ടെ. നമ്മുടെ ടാർഗറ്റ് ഇവിടെ കീപ്പ് ചെയ്യുന്നു. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടട്ടെ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് 20,440 അബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 250, അതായത് 200 പോയിന്റ്സ് അപ്പ് ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ നാളത്തെ ഹീറോ നമുക്ക് ഫിൻനിഫ്റ്റി ആയിക്കൂടെ? ചാൻസ് ഇല്ലേ? ലാസ്റ്റ് 2 വീക്ക് നമുക്ക് ഫിൻനിഫ്റ്റി ആയിരുന്നു. സോ ലെറ്റ്സ് സീ. നാളെ വ്യാഴാഴ്ചയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റി ബാങ്കിന്റെ ഇല്ല, നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞു. നിഫ്റ്റി ബാങ്ക് ഇന്നായിരുന്നു, ബുധനാഴ്ച ആയിരുന്നു. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നമുക്ക് നാളെ. അത് മാത്രമല്ല നമ്മളുടെ ബാച്ചിൽ ഇന്ന് ജോയിൻ ചെയ്ത്, ഇന്നാണ് നമുക്ക് നമ്മുടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഫേസിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ലൈക്ക് വാട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്നതാണ്. ഇന്ന് അതായത് 13-ാം തീയതി ജോയിൻ ചെയ്യുന്നവർക്ക് 500 റുപ്പീസ് റിഡക്ഷൻ ഉണ്ട്. ജോയിൻ ചെയ്യുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് നേരെ ആ കൂപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 500 റുപ്പീസ് റിഡക്ഷൻ കിട്ടുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട, നേരെ ഓടിപ്പോയി ജോയിൻ ചെയ്തോ. ലിമിറ്റഡ് ആണ്. ജസ്റ്റ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് മാത്രമായിരിക്കും ആ ഒരു കൂപ്പൺ വാലിഡ് ആയിട്ടുള്ളത്. സോ ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുവാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട, ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ജസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാണിച്ചു തരാം. നേരെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിനകത്തോട്ട് ജമ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ 4,999, അതായത് 5,000 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. സോ ഈ ഒരു കൂപ്പൺ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് 4,499 നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ
വെയിറ്റ് ചെയ്യേണ്ട, നേരെ ഓടിപ്പോയി ജോയിൻ ചെയ്യുന്നതാണ്. ദെൻ ലൈക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ നമുക്ക് നേരെ ജോയിൻ ചെയ്യണമെന്നുണ്ട്. നേരെ ജസ്റ്റ് ലൈക്ക് താഴെ സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫേസിലോട്ട് വേണമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. ലെറ്റ്സ് സീ ഡിഫറെന്റ് ഫേസസ് ഉണ്ട്, phase 1, phase 2, phase 3. അത് മാത്രമല്ല നമ്മൾ ടോട്ടൽ ഫൈനൽ ഫേസ് ആയിട്ടുള്ള 17,499, ഇതായത് ഈ 3 ഫേസസും അറ്റ് എ ടൈം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 17,499 മാത്രമേ വരികയുള്ളൂ. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ചെയ്യുകയാണെങ്കിൽ 20,000 ആണ് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് കോഴ്സ് എക്സ്പ്ലനേഷൻ. നമ്മൾ ചെറിയൊരു സർവീസ് എന്താണ് പ്രൊവൈഡ് ചെയ്തതെന്ന് നമ്മൾ ഷെയർ ചെയ്തത് മാത്രമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൾ ദെയർ ടുമോറോ.